ശരിക്കും എങ്ങനെ പേരുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അത് ഒരാളാണ് ഷോർ കളിച്ചു, അയാളുടെ പേര് നൂറ്. അപ്പൊ നിങ്ങൾ പറയും. നമ്മുടെ സ്പീക്കറിന്റെ ബസ്സിൽ നമ്മൾ വന്ന ബസ്സിൽ വെച്ചിട്ട് വന്നു, മറന്നു വെച്ചു. ഇതെന്താണിത്? ഇതാണ് കണ്ടെയ്നർ, ഫുഡ് കഴിക്കാനുള്ള കണ്ടെയ്നർ. ഇതിലാണ് നമ്മൾ ചപ്പാത്തി, മുട്ടക്കറി. അലുമിനിയം ഫോയിലാണ് ബ്രോ കണ്ടെയ്നർ പറഞ്ഞാൽ. അത് ശരിയാണല്ലോ. എന്താണ് ബ്രോ? ഞാനൊരു 6ാമത്തെ ഓട്ടം വരുന്നു. 6 വട്ടമാണ് അവിടെ പോയിട്ട്. பிள்ளைய ரொம்ப அற்புதமா வளர்த்திருக்கம்மா. പുള്ളിയാണ് നമ്മുടെ എസ്ഐനെ കൂട്ടാക്കാൻ നോക്കിയാണ്. ഈ കോസ്റ്റ്യൂമിൽ ചെട്ടിയോടെ നിൽക്കുന്ന സീൻ ആലോചിച്ച് കലാമണിന്ന് ശകലകലാവല്ലഭൻ. അത് കലാമണി, ഇത് വിക്രം. കലാമണിയല്ലേ? വിജയ വരണോട്ടോ, വിജയ വരണോട്ടോ. ട്രെയിനിന്റെ കാര്യം പറ. നനച്ച വണ്ടിയിലേറെ കടച്ചെടുത്ത് പോകണം. നമുക്കാണ് ട്രെയിൻ വരണോന്നാ വരുമ്പോ കാരണം എന്നിട്ട് കയറിയാലോ. വിജയന്റെ അടുത്ത് വേറെ മാസം ഡയലോഗ് പറ. വിജയന് അവിടെ നോക്കി പറയും. അടിച്ച അടി വീഴാണ്. അടിച്ച അടി വീഴാണ്. ഇതാ വീഴോ ഇതാണ് നമ്മുടെ തളപതി സിജി. ഗൈസ് നമ്മുടെ ഫിഗർ എത്തി. അവരെ മേടിക്കാൻ പോയത് നമ്മൾ ഇറക്കിയില്ലേ? അത് ഇറക്കിന്ന്. വെൽഡൺ ബോയ്സ്. എവിടെ കിട്ടി? സ്റ്റാൻഡിൽ പോയി ബസ് നിർത്തി. അതാണെന്ന് നമ്മൾ മാസ്. ഡ്രൈവർ ഞാൻ അടി ചോദിക്കി. ഡ്രൈവർ ഞാൻ അടിയാ പറഞ്ഞു. എന്തിനാ പൈസ ഇത് പൈസ ഇതാണ്. ഇത് നമ്മുടെ കൊണ്ടുവന്ന് റിട്ടേൺ കൊണ്ടുവന്നത്. നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കണ സ്പീക്കർ മേടിച്ച ഒരു പൈസ വേണം പറഞ്ഞു. ഇയാൾ പോയി വാങ്ങിയിട്ടില്ലേ? നമ്മുടെ പിള്ളേരാണ്. സ്റ്റേഷനിൽ ഇറങ്ങി. ഇറങ്ങിയപ്പോ നമ്മള് വെളിക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ നാട്ടിൽ പോയല്ലേ അവിടെ. ഇവിടെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തുണിക്കടയുണ്ട്. സമയം 6 മണിക്കാണ് കട തുറന്നിരിക്കുന്നത്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. 700 റേറ്റ് അധികമാണ്. റേറ്റ് അധികമാണല്ലേ?
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡ്രസ് കട ഈ പാന്റ് ഇപ്പൊ നിങ്ങൾ എടുക്കുമില്ലേ? ഇത് ബംഗാളി, ഈ ബംഗാളി നമ്മുടെ ഈ ബംഗാളി കാണിച്ചു കൊടുക്കുക. അപ്പോ ഇവിടെ എല്ലാം ഉണ്ട്, നമ്മളെടുക്കില്ല, എടുക്കുന്നവര് വന്നെടുത്തോളൂ. ഇവർക്ക് ഇതാ വില. എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ഡാൻസ് കളിക്കുന്നോട്ടെ, ഒരു ഡാൻസ്. ഓ, കുറലി വിത്തയാ. 1972 ആദ്യമേ ഇവിടെ വന്നത്. നമുക്ക് രണ്ടാം ജന്മമാണ് ഇപ്പോ. ക്യാമറമാൻ ശരിയില്ല, വണ്ടി ക്യാമറമാൻ ശരിയില്ല, കൈ കാലൊക്കെ അടിയിൽ ഇടുന്നതാണ്. ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പല് കണ്ട ചെറിയ കപ്പൽ. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഏത് ബീച്ച് ഏതാ പേര്? കാടാങ്കോട് ബീച്ച്. 2 കിലോമീറ്റർ വീട്ടിൽ നിന്ന്. നമ്മളെ റൂമിലൊക്കെ റെഡിയായി, ഫ്രഷായി. അവലേട്ടൻ എന്താണ് ഓക്കെ അല്ലേ? എവിടെയാ പോണു ഇപ്പൊ നമ്മള്? പവർശനാ എവിടെ പോണെന്ന് വെച്ചാ അത് മറന്നു. ഭരത്തേട്ടൻ പറയൂ, എവിടെയാ പോണേ? ഓക്കെ, ഏത് ഫോർട്ട്? ജിമ്മ. നമ്മളിപ്പോ ഇറങ്ങും, പോയിട്ട് വരാം. അവിടെ പോയിട്ട് എന്താ വേറെ റൂം നമ്മൾ കാണിച്ചു തരാം. ഇതൊന്നും നമ്മുടെ അടുത്തതാ, ഇത് നമ്മുടെ റൂമാണ്. ഇതൊരു റൂം, നമ്മുടെ ടീംസ്. ഇവിടെ റൂമുണ്ട്. പിന്നെ നമ്മുടെ അടുത്തത് അവിടെ ഒരു റൂമാണ്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെയാണ്. ഗൈസ്, നമ്മൾ റീലിൽ കണ്ടിട്ട് വന്നതായിരുന്നു. എന്ത് നേരിട്ട് അഭിപ്രായം? വേസ്റ്റ്. നമ്മളത് എല്ലാവരും ഉണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. വിക്കട്ടെ കഴിച്ച് ടേസ്റ്റ് പറയും. ആവറേജ് അത്ര തന്നെ ഉള്ളൂ. നമുക്കൊന്നും പറ്റിയില്ല. അതോടെ ഇല്ല, നമ്മുടെ കോട്ടമാരിയല്ലേ ഇത് വേറെ ലെവൽ സാധനമാണ്. ഇവിടെ ചില പ്രത്യേകതരം ഐറ്റങ്ങൾ അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ പാലക്കാട് കുതിരമേക്കാൻ വന്ന 2 ടീംസുകൾ. ഇത് പിന്നെ അറിയില്ല, ഇത് രണ്ടാളും എന്തിനും വന്നും അറിയില്ല ഗൈസ്. ഇത് അമ്പലത്തിലെ നിങ്ങൾ അവിടെ കണ്ടല്ലോ. ഓ, ഇവിടെ മൊത്തം കറങ്ങുന്ന ആളാണ്. കുടുംബമ്പലത്തിൽ തേങ്ങ അറിയുമ്പോ കുറെ പേര് പറക്കാൻ പറ്റില്ലേ? അവിടെ കിട്ടിയിട്ടില്ല. ഷൂട്ടിങ്ങിനുള്ള സംഭവങ്ങളാണ്. കുറെ വർഷങ്ങളായി. അത് ഇത്രേ ഉള്ളൂ, ഈ ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു 88 വർഷമായി ഇത് കെട്ടിയിട്ട്. ഇതിന് തള്ളുമായിട്ട് 860 വർഷം എന്നാ പറയണം. 88 വർഷമായിട്ടുള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. അത് സത്യം, നിങ്ങൾ പറഞ്ഞ തെറ്റ്. അയ്യോ, ഇവിടെ മൊത്തം വൈബാണ്. ഇവിടെ ഫുള്ള് വൈബാണ്. ഇവിടെ എന്താ ഫ്രീ പാർട്ടിയാണ്. സംഭവം എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ബീറോ സാധനോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പബ്ബിൽ പോയി ഫ്രീ ആയില്ല. ഫ്രീ ആയിട്ട് അവിടെ കിടക്കാം. ഇതൊക്കെ ഫ്രീ ആണ്. നമുക്ക് അവിടെ പോയിട്ട് ഫ്രീ അന്നെങ്കിൽ വാങ്ങിക്കാം. വാങ്ങുന്നതിന് പൈസ കൊടുക്കും. പരിപാടി പൊളിയാണ്. ഈ അറ്റത്ത് നിന്ന് അറ്റം വരയ്ക്കും ഉണ്ട് കേട്ടോ. ബീച്ചിൽ അറ്റം മുതൽ അറ്റം വരെ മൊത്തം അത് പവറാണ്. അവിടെ നിന്ന് അറ്റം വരെ ഉണ്ട്.
നമ്മളിവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്താ പറയുക, എന്താണ് പറയും, സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ് പറയും? വിക്കിയുടെ ബർത്ത്ഡേ, നമ്മുടെ വിക്കിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. നമ്മള് കേക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആൾക്കറിയില്ല. നമ്മൾ അവിടെ ബീച്ചിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ടുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വിക്കിയേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഗോവ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നമ്മൾ രണ്ടാം ദിവസം അല്ലേ നമ്മളിന്ന് എവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഓൾഡ് ഗോവ. ഓൾഡ് ഗോവ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ലൈൻ നിൽക്ക് ഉള്ളിക്ക് അവിടെ എന്താ ഇവിടെ ഭയങ്കര യേശുവിനായ അല്ല, യേശു അല്ല. ഉള്ളിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോയത്. അത് ഉള്ളിൽ പോയപ്പോഴാണ് കണ്ടത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോല്ലേ നമ്മൾ ഭരതനാട്യത്തിന് മാത്രം ഉള്ളിൽ വിട്ടു. അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു നമ്മളെ പറഞ്ഞു വിടുകയാണ്. ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ ഇന്നത്തോടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഈവനിങ് നമുക്ക് ട്രെയിനാണ് പാലക്കാട്ടേക്ക്. ഇന്നത്തോടെ കഴിഞ്ഞു. അപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു അല്ലേ? വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉഷാർ ട്രിപ്പ് അടിപൊളി. നൈസായി പോയി. പോയത് അറിഞ്ഞില്ല. നമ്മുടെ പാക്കേജിന്റെ പേരെന്താണ്? ഇറ്റ്സ് മൈ ജേണി, ഇറ്റ്സ് മൈ ജേണി. ഇറ്റ്സ് മൈ ജേണിയിൽ അനൂപാണ് നമുക്കെല്ലാം സൗകര്യങ്ങളും ഒരുക്കി തന്നത്. പിന്നെ പോരാത്തതിന് ഞാൻ തായ്ലാൻഡ് ട്രിപ്പ് അടിപൊളി അല്ലേ? തായ്ലാൻഡ് ട്രിപ്പ് ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിന്ന് ലോക്കാണല്ലോ, നമ്മളിന്ന് അവരുടെ പാക്കേജ് കഴിഞ്ഞല്ലോ. അതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? പോരാത്തതിന് ഞാനും കുട്ടി തായ് മസാജ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അയ്യോ, അത് ഉഷാറ്. നമ്മള് ട്രെയിൻ കയറി റിട്ടേൺ പാലക്കാട്. ഏത് 6 മണിയാണ് നമ്മൾ പാലക്കാട് റീച്ച്. എന്നാ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ? ഫീലിംഗ് അല്ല, ഗോവ ഫീലിംഗ്. ഈ ട്രെയിന് മഡ്ഗോൺ നടക്കുന്നതുകൊണ്ട് മലയാളം പോകുന്നു. കാരണം ഈ വരെ പോകുള്ളൂ. പിന്നെ എൻ്റെ കൊച്ചുമച്ചാൻ്റെ കാല് വൺ സീനായി. അതെങ്ങനെയാണ് അവന് പറയാനുള്ള ഹിന്ദി പറയുന്നത്? മച്ചാന്റെ കാലെന്താ സീനായില്ല, നല്ല രീതിയുണ്ട്. കുട്ടിമച്ചാന്റെ ശരിക്കത്തെ പേര് കുട്ടിക്കുറ. നൈറ്റിക്ക് ഫുഡ് എന്താ ഗോവയിലെ പോണു. പിന്നെ 100 രൂപയുടെ അണ്ടാ ബിരിയാണി, ട്രെയിൻ കാ ബിരിയാണി, അച്ഛാ ബിരിയാണി ലഗാഹോ. അത് കഴിച്ചു ഒരേ മാസം ഹിന്ദി പഠിച്ചു. ഇവിടെ 4 ദിവസത്തിൽ ഹിന്ദി പഠിച്ചു. നീ ഹിന്ദി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഈസി സംസാരിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് കിട്ടും ഹിന്ദി. പക്ഷെ നമ്മൾ അവിടെ പോയി ടച്ചോട് മലയാളമായിരിക്കും. പിന്നെ ഇല്ല, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഓരോരോ സംഭവങ്ങൾ ഇതെന്താണ് അതെന്താണ് ഇങ്ങനെ അറിയും. പിന്നെ അങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടും. അത് നമ്മൾ ആ ഫ്ലോ അവിടെ പോയി ഇങ്ങനെ മലയാളത്തിലേക്ക് പോയി. 10 മാർക്ക് എത്ര 10ാം ക്ലാസ്സിലല്ലേ ഇത് പഠിച്ച? പിന്നെ എനിക്ക് അറിയില്ല. 20 മാർക്ക് വാങ്ങി. അതുകൊണ്ട് കിട്ടും. എന്റെ 7ാം ക്ലാസ് വരെ എനിക്ക് ഹിന്ദി ഉള്ളൂ. അതിനുശേഷം ഹിന്ദി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഹിന്ദി സിനിമ കണ്ടിട്ടും കുറെ സീരിയൽ കണ്ടിട്ടും മനസ്സിലാവും. 7:30 എടുക്കും. 7:30 ട്രെയിൻ എടുക്കും. പാലക്കാട് വെയിറ്റിംഗ് ഫോർ പോലീസ്. ബൈ.